ഏറ്റവും രസകരമായ കാര്യം 550 രൂപയും 450 രൂപയ്ക്കും കിറ്റ് കൊടുത്ത ഒരു 10 ദിവസം കൊണ്ട് സപ്ലൈ ചെയ്തു. ഈ 100% അഡ്വാൻസ് കൊടുത്ത ഇവൻ പകുതി പോലും ഇത് ചെയ്തില്ല. അനിത ടെസ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് അറിയിച്ച കത്ത് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1,550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. അഴിമതിയുടെ നടത്തിപ്പിനും പൂർത്തീകരണത്തിനും വേണ്ടി പ്രവർത്തിക്കുകയാണ് സർക്കാരെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള കമ്പനിക്ക് അതീവ രഹസ്യമായി ബ്രൂവറി അനുമതി നൽകി. ഈ സംഭവം LDF അറിഞ്ഞിട്ടില്ല എന്നും ചെന്നിത്തല വിമർശിച്ചു. സർ, LDF ഗവൺമെന്റിന്റെ ജീനിൽ അഴിമതി അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. സർ, അതിനാലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 3 ബ്രൂവറികളും 1 ഡിസ്റ്റിലറിയും രഹസ്യമായി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കുകയും അത് പിൻവലിച്ച് ഓടേണ്ടി വരികയും ചെയ്തത്. സാർ, അന്ന് കണ്ടം വഴി ഓടിയവരാണ് ഇപ്പൊ പുതുതായി ബ്രൂവറിയും ഡിസ്റ്റിലറിയും അനുവദിക്കാനായി വന്നിട്ടുള്ളത്. കേരള സർക്കാരിന്റെ ജവാൻ ബ്രാൻഡ് ഉണ്ടാക്കാൻ വെള്ളമില്ലെന്നും അപ്പോഴാണ് മറ്റൊരു കമ്പനിക്ക് മദ്യനിർമ്മാണാനുമതി കൊടുക്കുന്നത് എന്നും ചെന്നിത്തല വിമർശിച്ചു. ഒപ്പം മറ്റൊരു ഗുരുതര ആരോപണവും. ചന്ദ്രശേഖർ റാവു ഈ ഇടപാടിന്റെ പിന്നിലുണ്ട്. മുഖ്യമന്ത്രിയും ചന്ദ്രശേഖർ റാവുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അതിന്റെ പിന്നിൽ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു, അവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഗവൺമെന്റും തമ്മിലൊരു ഒളിച്ചുകളി ഈ കാര്യത്തിൽ നടക്കുന്നു. അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ എക്സൈസ് മന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല. CPMന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന MP രാജേഷ് നാളെയും സഭയിലെത്താനിടയില്ല. നയപ്രഖ്യാപനത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കാനാണ് സാധ്യത. നിയമസഭയിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.